ആരവ് ആരവ് ഒളിച്ചിരുന്ന് നല്ലതുപോലെ ശ്വാസം മുട്ടി. ദേനു, ഇങ്ങനെ ഒളിച്ചിരിക്കാനേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അമ്മ നിന്നെ കണ്ടിരുന്നെങ്കിൽ പ്രശ്നമായേനെ. ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം തനിക്ക് പ്രശ്നങ്ങളാണല്ലോ. അനു, നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാ. അതെന്താ അങ്ങനെ? അമ്മയും അങ്കിളും ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എന്നെ കിട്ടില്ല. അത് തന്നെയാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇപ്പൊ തന്നെ എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോവാം. അതെത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. പുതിയ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതാണല്ലോ അവസ്ഥ. നിനക്ക് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. നന്ദൻ എന്തിനാ ഇതിൽ നോക്കി ടൈം വേസ്റ്റ് ആക്കുന്നേ? കസ്റ്റമർ സർവീസിൽ വിളിച്ചു പറ, അവര് വന്ന് ശരിയാക്കട്ടെ. ഇവിടുത്തെ ക്യാമറകൾ എങ്ങനെയാ കേടായത്? ഇതിൽ നിന്ന് മോർണിംഗ് മുതലുള്ള വിഷ്വൽസാ കിട്ടാതായത്. അപ്പൊ ഇന്ന് രാവിലെയാണല്ലോ ക്യാമറകളെല്ലാം കേടായത്. നീ അനുവിനോട് ചോദിച്ചോ? അവൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നേ. അനു ആണ് ക്യാമറ കേടാക്കിയതെന്ന് നന്ദന് സംശയമുണ്ടോ? ഏയ്, അനുവിനെന്തിനാ ഞാൻ സംശയിക്കുന്നത്? നമ്മുടെ ക്യാമറകൾ അവൾ നശിപ്പിക്കൂ? അവളൊരിക്കലും അത് ചെയ്യില്ല. ഏതെങ്കിലും കള്ളന്മാർ ഇവിടെ കയറാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാവാം. നന്ദ, ഞാനിന്ന് അനുവിനെയും കൂട്ടിക്കൊണ്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോവും. ഇന്നോ? അവൾ ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് മടങ്ങുമെന്ന് പറയുന്നു. അവളിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഉടനെ എന്തിനാ പോകുന്നത്? അല്ല, നമ്മൾ മടങ്ങി വന്നതുകൊണ്ടാണോ അവൾ തിരിച്ചു പോകുന്നത്? അവളുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അവൾക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. നമ്മൾ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കോ? അവളെ വിട്ടാ ശരിയാവില്ലല്ലോ. അവൾ ഇന്ന് പോവാണെങ്കിൽ പോട്ടെ. അതിനു മുൻപ് അഡ്വക്കേറ്റിനെ ചെന്ന് കാണണം. നീ എന്തിനാ അവളോട് അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞത്? അതുകൊണ്ടല്ലേ അനു പോകാൻ തീരുമാനിച്ചത്. ആ കാര്യം ഇപ്പൊ പറയണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് പറയാമായിരുന്നല്ലോ. അതുവരെ അവളിവിടെ തുടരുന്ന എന്താ ഉറപ്പ്? ഇന്ന് തന്നെ അവളെയും കൊണ്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയാ അത്രയും നല്ലത്. അല്ല, അനു വരാമെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചിട്ടില്ല. അവളെ സമ്മതിപ്പിക്കേണ്ടി വരും. അവളെ ഇക്കാര്യത്തിനായി നീ ഫോഴ്സ് ചെയ്യണ്ട. 2-3 ദിവസം അവളെ ഹോസ്റ്റലിലേക്ക് വിടാതെ ഇവിടെ പിടിച്ചിരുത്താൻ നോക്ക്. അവൾ മെന്റലി ഒന്ന് ഫ്രീ ആവട്ടെ. അത് കഴിഞ്ഞ് സമാധാനത്തിൽ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അനുവിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പോലെയല്ല നന്ദൻ അറിഞ്ഞിരിക്കുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട്. നന്ദ, എനിക്കിനിയും കാത്തു നിൽക്കാൻ സമയമില്ല. കാത്തു നിൽക്കാൻ എനിക്കും സമയമില്ല ഓർമ്മളെ. ഇനി എത്ര സമയം ജീവിച്ചിരിക്കണമെന്ന് അതിന് തീരുമാനിക്കട്ടെ. മാഡം, മാഡം പോവല്ലേ മാഡം, നിക്കണേ. മന്ദാകിനിയുടെ ഹസ്ബൻഡ് ആണല്ലോ. മാഡം, മാഡം എന്താ? ഞാൻ മാഡത്തിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരുന്നതാ. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. അവിടെ വന്നാലും മന്ദാകിനിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ അവള് സമ്മതിക്കില്ല. മന്ദാകിനിയുടെ എന്ത് കാര്യം? അവളുടെ ജോലിയുടെ കാര്യമാണ്. മന്ദാകിനിയുടെ ജോലിക്കാര്യത്തെ പറ്റി എനിക്കും ചിലത് പറയാനുണ്ട്. മന്ദാകിനി അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്കറിയോ? അയ്യോ മാഡം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവള് പരമശുദ്ധയാ. അവളെന്തെങ്കിലും അവ്യവം കാണിച്ചു കഴിഞ്ഞാൽ അത് കാര്യമാക്കല്ലേ മാഡം. അവളെ ജോലിന്ന് പറഞ്ഞയക്കല്ലേ മാഡം. അവൾ സ്വയം പിരിഞ്ഞു പോണെന്ന് പറഞ്ഞാലും അവളെ വിടരുത്. മന്ദാകിനിയുടെ വിവരക്കേടുകൾ സഹിച്ചോണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തുക, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ജോലിഭാരം കൊണ്ട് മാനസികമായിട്ട് തളർന്നിട്ട് എന്തെങ്കിലും പിച്ചും പേയും വിളിച്ചു പറയുന്നതായിരിക്കും മാഡം. മാഡം അതൊന്നും കാര്യമാക്കരുത്. അവളുടെ വിവരമില്ലായ്മയായിട്ട് കരുതിയാ മതി. ഇതിന്റെ പേരിൽ
അവളെ ജോലിന്ന് പറഞ്ഞേക്കല്ലേ മാഡം. അതൊന്നും പറയാൻ പറ്റില്ല.